വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുകയാണ്. ഇനി മണിക്കൂറുകൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് രാജ്യത്തിന് സമർപ്പിക്കും. ഏത് മലയാളിക്കും, ഏത് തിരുവനന്തപുരത്തുകാരനും ഇനി അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ആ അഭിമാനത്തിൻ്റെ നിമിഷം കൈവരാനായിട്ട് കാലങ്ങളേറെ എടുത്തു. ഇപ്പോൾ തോന്നുന്നു ഒരു 25 വർഷത്തിനു മുമ്പെങ്കിലും കുറഞ്ഞത് ഈ തുറമുഖം യാഥാർത്ഥ്യമാകേണ്ടതായിരുന്നു. ആരാണ് ഇത് തടഞ്ഞത്? നമ്മൾക്കറിയാം, ഇപ്പോൾ ഇതിൻ്റെ പിതൃത്വ അവകാശപ്പെട്ടുകൊണ്ട് പലരും വരുന്നുണ്ട്. കോൺഗ്രസ് ആയാലും CPM ആയാലും പലരും. കോൺഗ്രസിനകത്ത് ഇതിനകത്തൊരു പങ്കുണ്ട് എന്നുള്ളത് കൃത്യമാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയെ നമുക്ക് എടുത്തു പറയാവുന്ന കാര്യമാണ്. അങ്ങനെ ആ സമയത്തൊക്കെ തന്നെ അതിനെ അതിശക്തമായി എതിർത്തുകൊണ്ട് വിഴിഞ്ഞത്തുള്ളവരുടെ മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനെ എന്നും പറഞ്ഞ് അവരോടൊപ്പം നിന്ന CPM-കാരാണ് ഇപ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. CPM-കാർക്ക് അത്തരത്തിലുള്ള തന്ത്രങ്ങളുണ്ട് എന്നുള്ളത് മുൻകാല ചരിത്രങ്ങളിൽ നിന്ന് നമുക്കറിയാവുന്നതാണ്. പ്രധാനമന്ത്രിയുടെയും കേന്ദ്രത്തിൻ്റെയും പല പദ്ധതികൾ പോലും ഇവർ അവരുടേതാക്കി, അവരുടെ സർക്കാരിൻ്റെതാക്കി ക്രെഡിറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതും ക്രെഡിറ്റ് എടുത്തിട്ടുള്ളതും ഒക്കെ തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഇത് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും 25 വർഷത്തിന് മുമ്പെങ്കിലും കുറഞ്ഞത് യാഥാർത്ഥ്യമാകേണ്ട ഒന്നായിരുന്നു. വിഴിഞ്ഞത്തിനോടൊന്നും ഇവിടെ നിന്ന് ജയിച്ചിട്ടുള്ള ഒരു MLA-ക്കോ ഒരു MP-ക്കോ പോലും താല്പര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്തിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഇന്നേ വരെ പാർലമെന്റിൽ നേരാൻ വണ്ണം ആരും തന്നെ പറഞ്ഞിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചിട്ടുള്ളവരെല്ലാം തന്നെ വരുത്തന്മാരാണ്. M.M. ഗോവിന്ദൻ നായരായാലും PK വാസുദേവൻ നായരായാലും K കരുണാകരനായാലും ഒക്കെ തന്നെ, അവസാനം വന്ന ഡോക്ടർ ശശി തരൂർ, കഴിഞ്ഞ 4 വർഷമായിട്ട് തരൂരല്ലേ, 4 തവണയായിട്ട് തരൂരല്ലേ നിൽക്കുന്നത്? എന്തുണ്ടാക്കി തിരുവനന്തപുരത്തിന്? ആദ്യകാലങ്ങളിൽ പറഞ്ഞല്ലോ ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവരും എന്നുള്ളത്. ഇപ്പൊ ഹൈക്കോടതി പോലും നാണിച്ചു മാറി നിൽക്കുകയാണ്. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കാനില്ല. പന്നിയൻ രവീന്ദ്രൻ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിലൂടെ തന്നെ നമുക്കറിയാം, ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെ MP സ്ഥാനത്തേക്ക് വന്നു. എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. തിരുവനന്തപുരത്തിന്റെ MP-മാരായിട്ട്, അതായത് തിരുവനന്തപുരത്തുകാരായിട്ട് വന്നിട്ടുള്ളത് നീലലോഹിതദാസൻ നാടാരും ശിവകുമാറും ചാൾസും ഇങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു. അവരിൽ നിന്നും വലിയ നേട്ടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. തിരുവനന്തപുരത്തിന് വേണ്ടി തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് 2024 തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ശബ്ദം കേൾക്കുകയുണ്ടായി. ആ ശബ്ദം രാജീവ് ചന്ദ്രശേഖറിൻ്റെതാണ്. രാജീവ് അന്നേ പറഞ്ഞു, തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ജയിച്ചാലും തോറ്റാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും, നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരും, അതായത് 3ാം വട്ടവും തിരുവനന്തപുരത്തിന് വലിയ മാറ്റം ഞാൻ ഉണ്ടാക്കിത്തരും എന്ന് പറയുകയുണ്ടായി. ഇപ്പോൾ ചോദിക്കും, 2024 നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ ഒരു മാറ്റമാണോ വിഴിഞ്ഞത്തെന്ന്? അല്ല, വിഴിഞ്ഞത്തെ തകർക്കാൻ വേണ്ടി ഒരു ഘട്ടത്തിൽ എല്ലാവരും നിലനിന്നിരുന്നു എന്നുള്ളത് കൃത്യമായിട്ടറിയാം. CPM ഉൾപ്പെടെയുള്ളവർ. CPM ഏത് പദ്ധതിയെയും ഏത് സർക്കാർ കൊണ്ടുവന്നാലും അതിനെ എതിർത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ കേരളിന് വേണ്ടി കുറെ കാലമായിട്ട് നമ്മൾ കേട്ടതല്ലേ പിണറായി വിജയന്റെ മുറവിളി. അതിനു മുമ്പ് UDF അധികാരത്തിലിരുന്ന കാലത്ത്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് MK മുനീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോൾ എക്സ്പ്രസ് ഹൈവേ പറഞ്ഞല്ലോ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. ഈ പറഞ്ഞ രീതിയിൽ ഈ കേരളയിൽ പോലെ കേരളത്തെ മുറിക്കുന്നില്ലായിരുന്നു. അതിനെ ശക്തിയുക്തം എതിർത്തില്ലേ CPM? അത് ഇല്ലാതായിപ്പോയി. പിന്നെ CPM-ന്റെ പ്രതിഷേധത്തിന് മുന്നിൽ പലപ്പോഴും UDF ഇല്ലാതായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ പല കാര്യങ്ങളിലും കണ്ടിട്ടുള്ളത്. അവരോടും സമരം ചെയ്യാൻ UDF-ന് കഴിയത്തുമില്ല. കേരളയില് കേന്ദ്രത്തിൻ്റെയൊക്കെ ഒരു ഇടപെടൽ കൊണ്ട് തന്നെയാണ് അതിനെ തടയാൻ കഴിഞ്ഞതെന്നുള്ളതാണ്, അതിൻ്റെ അനുമതി ലഭിക്കാതെ പോയത്. ഇവിടെ കേന്ദ്രത്തിൻ്റെതായ 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞാണ് പിന്നീട് വിഴിഞ്ഞം പദ്ധതിക്ക് തന്നെ വലിയ പുരോഗതി ഉണ്ടാകുന്നത്. 2014 മോദി അധികാരത്തിൽ വന്നു കഴിഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് കേന്ദ്രം ഇങ്ങോട്ടേക്ക് ചോദിച്ചതാണ്, കേരളത്തിൽ
എയിംസ് വേണോ, സ്ഥലം തരൂ എന്ന് ഒരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഇന്നേ വരെ സാധിച്ചിട്ടില്ല. 2014 ശേഷം 16 പിണറായി വിജയൻ വന്നു, സ്ഥലം ചൂണ്ടിക്കൊടുത്തോ? ഇല്ല. ഇപ്പോൾ അവിടെ ഇവിടെ നിന്നൊക്കെ വിളിച്ചു പോകുന്നുണ്ട് കോഴിക്കോട് വേണം എന്നൊക്കെ. എന്തിനാണ്? അവരുടെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ. എന്നാലും തിരുവനന്തപുരത്തിനെ ഗുണം പിടിപ്പിക്കത്തില്ല എന്നുള്ളതാണ്. തിരുവനന്തപുരത്തെ നന്നായി കാണാനായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചിട്ടുള്ള ഒരു MP-മാർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നിന്നിട്ടുള്ള ജയിച്ചിട്ടുള്ളവരെല്ലാം തന്നെ വരുത്തന്മാരാണ്. 2-3 പേർ മാത്രമാണ് തിരുവനന്തപുരത്തുകാരായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വിഴിഞ്ഞം താമസിച്ചതിൻ്റെ പിന്നിലും കാരണം അതാണ്. പക്ഷെ 2014 ശേഷം ഇത് യാഥാർത്ഥ്യമാകുമ്പോൾ, അദാനി ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പിന്നൊരു വളർച്ച തന്നെയാണ്. അപ്പോൾ വികസിത കേരളത്തിനായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിരിക്കുന്നത്. നമ്മുടെ സംസ്ഥാന സർക്കാർ എന്താണ് പരസ്യം കൊടുത്തിരിക്കുകയാണ്? മലയാള മാധ്യമങ്ങളിലൊക്കെ തന്നെ അഭിമാന നങ്കൂരമിട്ട് നവകേരളം, അഭിമാന നങ്കൂരമിട്ടുകൊണ്ട് നവകേരളം. ഈ നവകേരളമെന്നും ഇങ്ങനെയൊക്കെയുള്ള ഓമന പേരുകൾ ഇടുന്നതിൽ ബിരുദന്മാരാണ് CPM-കാർ. രാജ്യത്തിന്റെ വാണിജ്യ കവാടമായി വളർന്നിരിക്കുന്ന വിഴിഞ്ഞത്തിന്റെ തീരത്ത് കേരളത്തിന്റെ വികസന സ്വപ്നങ്ങൾ നങ്കൂരമിടുകയാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് തുറമുഖം എന്ന ഖാദിയോട് ഇന്ത്യയെ ആഗോള സാമുദ്ര ശക്തിയാക്കി മാറ്റിയിരിക്കുകയാണ് വിഴിഞ്ഞം. ഇതിനെവിടെയാണ് നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്? കേന്ദ്രത്തിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. കേന്ദ്രത്തിൽ അവിടെ നിന്ന് വേണ്ട തരത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും പിന്തുണയും ലഭിക്കുന്നതോടുകൂടിയാണ്. കേരളത്തിലെ പല ഹൈവേകളും നമ്മൾ ഇപ്പോൾ ആകെ മാറി വരികയാണ്. ഇതിനും ക്രെഡിറ്റ് അടിക്കാൻ പിണറായി വിജയനും CPM-ഉം കാത്തിരിക്കുകയാണ്. കേന്ദ്രത്തിന്റെ പദ്ധതികളാണ്. ഈ കേന്ദ്ര പദ്ധതികൾ പലപ്പോഴും താഴെത്തട്ടിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും എത്തിക്കുന്നതിലും ഇവിടെ മുൻകാലങ്ങളിൽ BJP-ക്ക് കഴിയാതെ പോയിട്ടുണ്ട്. പക്ഷെ അതിന് ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ഇത് കൃത്യമായിട്ട്, ഇപ്പോൾ സംസ്ഥാന സർക്കാർ അഭിമാന നങ്കൂരമിട്ട് നവകേരളം എന്ന് പരസ്യം വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ തന്നെ കൃത്യമായ തരത്തിൽ പത്രമാധ്യമങ്ങളിൽ പരസ്യം കൊടുത്തിട്ടുണ്ട്. നന്ദി മോദി, വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതിന്. വികസിത കേരളത്തിനായി മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, കൂടെയുണ്ട് മോദി സർക്കാർ. ഇത് തന്നെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എല്ലാവരും കരുതി രാജീവ് ചന്ദ്രശേഖർ ജയിച്ചു കഴിഞ്ഞാൽ പോയി മന്ത്രിയായി അങ്ങ് ആ വഴി പോകും, തോറ്റു കഴിഞ്ഞാലും അദ്ദേഹം ആ വഴി അങ്ങ് പോകും. അദ്ദേഹം മുതലാളിയല്ലേ, അവിടെ പോയി മുതലിനെ ലാളിച്ചു കൊണ്ടിരിക്കും. ഇല്ല, തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. തിരുവനന്തപുരത്ത് വീടെടുത്ത് അദ്ദേഹം താമസമാണ്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹം കൈക്കൊമ്പുള്ളിൽ എടുത്തിരിക്കുകയാണ്. പൊന്നുപോലെ നോക്കും എന്നുള്ളത് ഉറപ്പായിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഇവിടെ തിരുവനന്തപുരത്ത് ഒരു സൈനിക സ്കൂൾ തന്നെ അനുവദിച്ചു. NSS-ന്റെ കീഴിലുള്ള ഒരു സ്കൂളിനോട് ചേർന്നുകൊണ്ട് ഒരു സ്വകാര്യ സംരംഭമായിട്ട് കൊടുത്തിരിക്കുകയാണ് സൈനിക സ്കൂൾ. ആദ്യമായിട്ടാണ് അങ്ങനെ. SNDP-യുടെയും NSS-ന്റെയും വലിയ പിന്തുണയാണ് രാജീവ് നേടിയിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ എണ്ണി കേന്ദ്രത്തിൻ്റെ അടുക്കൽ പറഞ്ഞ് ചോദിച്ച് അതിവിടെ നടപ്പിലാക്കുന്നതിൽ വലിയ പങ്കാളിയായി മാറിയിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിലും ഇനി അങ്ങോട്ടേക്കൊരു വികസന കുതിപ്പാണ്. ആ വികസന കുതിപ്പ് തിരുവനന്തപുരം നഗരത്തിനും സമീപ പ്രദേശങ്ങളിലും ഉണ്ടാകാൻ പോകുകയാണ് എന്നാണ് നരേന്ദ്രമോദിയിൽ നിന്ന് രാജീവ് ചന്ദ്രശേഖർ നമ്മൾക്ക് നൽകുന്നത്